സ്വപ്ന ജോലിക്കായി ഡൗൺലോഡ് ചെയ്യൂ CC ലേണിംഗ് ആപ്പ്. എല്ലാവർക്കും നമസ്കാരം. കോമ്പറ്റിറ്റീവ് ക്രാക്കർ യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് വേണ്ടി പുതിയ കേട്ടറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്ന് നമ്മൾ അപേക്ഷിച്ചുകൊണ്ട് പഠനത്തിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ആളുകളാണ്. പുതിയ കേട്ടറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് അധ്യാപക സുഹൃത്തുക്കളും ഉണ്ട്. ഇവർക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു മാത്സിന്റെ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യുവാനുള്ള ഒരു വണ്ടർഫുൾ സെഷനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു സമയത്തിന് നിങ്ങൾക്ക് കരുതാവുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തത്. അതിലൊന്ന്, സാറേ മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ആ മാത്സിലെ ചോദ്യങ്ങൾ ക്രാക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല, അതുകൊണ്ട് കേട്ടറ്റ് കാറ്റഗറി 2 ഞങ്ങൾ സോഷ്യൽ സയൻസിലേക്കാണ് പ്രോബബിളി പോകാറുള്ളത്, ഈ മാത്സ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അതേപോലെ കേട്ടറ്റ് കാറ്റഗറി 1 ആളുകൾ, ഞങ്ങൾ +2 അവസാനമായിട്ട് മാത്സ് പഠിച്ചത്, അതിനുശേഷം പിന്നീട് മാത്സ് എന്ന് പറയുന്ന വിഷയമേ പേടിയായിരുന്നു. ശേഷമാണ് ഇപ്പോൾ ഞങ്ങൾ കേട്ടറ്റ് പഠിക്കാൻ വേണ്ടി വരുമ്പോൾ മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ വീണ്ടും മാത്സ് ഞങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഞങ്ങൾ എങ്ങനെയാണ് മാത്സിനകത്ത് മുഴുവൻ മാർക്കും വാങ്ങിക്കുന്നത്, ആ 30 മാർക്കിനകത്ത് നിന്നും പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ ഞങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ആദ്യമേ ഈ ഒരു നിമിഷത്തിൽ ഇപ്പോൾ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം എന്ന് പറയുന്നത്, നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കർ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് വന്നതിന് ശേഷം കേരളത്തിൽ ആദ്യമായിട്ടാണ് ലേണിംഗ് പ്ലാറ്റ്ഫോം തന്നെ കൊണ്ടുവരുന്നത്. അങ്ങനെ വന്നതിന് ശേഷം 10 വർഷം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ കോഴ്സുകൾക്കും 30% ഓഫറോടുകൂടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാനുള്ള വലിയൊരു അവസരം വന്നിരിക്കുകയാണ്. അതാണ് നമ്മൾ ബിഗ് ഡേയ്സ് എന്ന് പറയുന്ന പേരിൽ ആഘോഷിക്കുന്നത്. കുറച്ച് ദിവസം കൂടി നമുക്ക് ബിഗ് ഡേയ്സ് എന്ന് പറയുന്ന ഒരു ഓഫർ ഉണ്ട്. അപ്പോൾ ഈ ബിഗ് ഡേയ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കാലയളവിൽ നിങ്ങൾ കോഴ്സുകൾ പർച്ചേസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അപ് ടു 30% 30% ഓഫറോടുകൂടി ഈ വലിയ സാധ്യത നിങ്ങൾക്ക് പരമാവധി പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പൊ അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കാണുക. എല്ലാവർക്കും ആ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഈ പരീക്ഷയുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള മികച്ച ഓഫറോടുകൂടി നിങ്ങൾക്ക് തയ്യാറെടുക്കാവുന്നതാണ്. ഇനി കേട്ടറ്റ് പരീക്ഷ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടന്നു നീങ്ങുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ അധ്യാപകരാക്കി മാറ്റുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഏക സ്ഥാപനം എന്ന് പറയുന്നത് കോമ്പറ്റിറ്റീവ് ക്രാക്കറാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ തവണയും നമുക്ക് ഒരുപാട് റിസൾട്ടുകളാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നത്. പരീക്ഷ എഴുതാൻ പോകുന്ന അധ്യാപകരിൽ അല്ലെങ്കിൽ അധ്യാപക സുഹൃത്തുക്കളിലെ 90% ആളുകളെ ഈ പറയുന്ന ദൗത്യം ക്ലിയർ ചെയ്യുക, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ അധ്യാപകർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു നിർദ്ദേശം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഓരോ കേട്ടറ്റ് പരീക്ഷയുടെ റിസൾട്ടുകൾ വരുമ്പോൾ മനസ്സ് നിറയെ സന്തോഷിക്കുവാനുള്ള അവസരങ്ങളാണ് നമുക്ക് പലപ്പോഴും കിട്ടാറുള്ളത്. അതിലെ ഏറ്റവും റീസെന്റ് ആയിട്ട് നിങ്ങൾ കാണുന്ന ആ അധ്യാപകർ എന്ന് പറഞ്ഞാല് ഈ കഴിഞ്ഞു പോയ 1-2 കേട്ടറ്റ് പരീക്ഷകളിലെ വിജയം നേടിയെടുത്ത അധ്യാപകർ അവരിപ്പോൾ LP UP പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു. കുറെ അധികം ആളുകൾ കഴിഞ്ഞ തവണത്തെ നമ്മുടെ LP UP റാങ്ക് ലിസ്റ്റിനകത്ത് വന്ന ആളുകളാണ്. കുറച്ചധികം ആളുകൾ ഈ പറയുന്ന പരീക്ഷ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർ കേട്ടറ്റ് നേടിയെടുത്ത് അവരുടെ ഈ പറയുന്ന നമ്മുടെ എയ്ഡഡ് മേഖലയിലുള്ള അവരുടെ ആ ഒരു ജോലി കുറച്ചുകൂടി ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വലിയ സാധ്യതകളാണ് നമുക്ക് കേട്ടറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള വലിയ സാധ്യതകളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ഇനി നമുക്ക് മാത്സിനകത്തേക്ക് നിങ്ങൾ നീങ്ങുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് മാത്സ് എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത്. മാത്സിനകത്ത് മൊത്തത്തിൽ മാത്സ് പെഡഗോഗി ഉൾപ്പെടെ, അതായത് സിമ്പിൾ മാത്സും പെഡഗോഗിയും കൂടെ ഉൾപ്പെടെ മൊത്തത്തിലെ 30 ചോദ്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളത്. ആ 30 ചോദ്യങ്ങളില് നമുക്ക് എങ്ങനെ പോയാലും ഒരു 27-28 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം നമ്മുടെ കൂടെ ഒരു 1.5 മാസം 2 മാസം ഒക്കെ ഇരുന്ന് പഠിച്ച ആളുകൾക്ക് എങ്ങനെ പോയാലും 27-28 മാർക്ക് സ്കോർ ചെയ്ത ചരിത്രമേ ഉള്ളൂ. അതാണ്
CC മാത്സിന്റെ ക്ലാസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ മാത്സിനകത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇത്രയും ടോപ്പിക്കുകൾ ആണ് തുടക്കത്തിൽ പഠിക്കേണ്ടത്. അതായത് ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗം, വർഗമൂലം, ശരാശരി, അംശബന്ധ അനുപാതം, ശതമാനം, ടൈം ആൻഡ് വർക്ക് ഉണ്ട്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഉണ്ട്, ക്ലോക്ക് ഉണ്ട്, അതേപോലെ പലിശയുണ്ട്, അതേപോലെ ജോമെട്രി ഉണ്ട്, അതേപോലെ LCM ആൻഡ് HCF എന്ന് പറയുന്ന മറ്റൊരു ചാപ്റ്റർ ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, മെട്രിക് അളവുകളുണ്ട്, സർവ്വസമവാക്യങ്ങളുണ്ട്, അതേപോലെ സാംഖ്യകം എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ഇത്രയും ടോപ്പിക്കുകളിൽ നിന്നുള്ള മാത്സിലെ ചോദ്യങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഏകദേശം ഒരു 22 ചോദ്യം അല്ലെങ്കിൽ 23 ചോദ്യങ്ങൾ നമുക്ക് മാത്സിനകത്ത് നിന്നും വരും. ബാക്കിയുള്ള 7 ചോദ്യം മുതൽ 8 ചോദ്യങ്ങൾ വരെ മാത്സിന്റെ പെഡഗോഗി സെഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. അത് വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും. ഈ കഴിഞ്ഞു പോയ ഒരു 4-5 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ പെഡഗോഗി ഏതൊക്കെ ഭാഗങ്ങളാണ് ചോദിച്ചത് എന്നുള്ള കാര്യത്തില് വ്യക്തത വരുത്തുവാൻ സാധിക്കും. ആ ഒരു ചോദ്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ പോലും നമുക്കൊരു 3-4 മാർക്ക് ഉറപ്പിക്കുവാനും സാധിക്കും. ഇതാണ് ഒറ്റയടിക്ക് പറഞ്ഞാൽ മാത്സിന്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഇത്രയും ഭാഗങ്ങളാണ് നോക്കേണ്ടത്. ഇത്രയും ഭാഗങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ 27 മാർക്ക് അല്ലെങ്കിൽ 28 മാർക്ക് നിഷ്പ്രയാസം അടിക്കുവാൻ പറ്റും. പിന്നെ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന മറ്റൊരു സംശയം, സാറേ മാത്സിന്റെ അടിസ്ഥാനമില്ല. അടിസ്ഥാനമില്ലാത്തവർക്ക് പോലും കേട്ടറ്റ് പരീക്ഷയിൽ 25-26 മാർക്ക് സ്കോർ ചെയ്യുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പു തരികയാണ്. നിങ്ങൾ 10ാം ക്ലാസ്സിലെ നിങ്ങൾക്ക് A+ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ D+, അതൊന്നും ഇവിടെ ഒരു ബാധകമേ അല്ല. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ എളുപ്പ വഴിയിൽ കൂടി അതിന്റെ ട്രിക്ക് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നവൻ കേട്ടറ്റ് പരീക്ഷയിലെ മാത്സിലെ മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ ഈ കഴിഞ്ഞു പോയ കേട്ടറ്റ് പരീക്ഷയിലെ K2 ചോദിച്ച ചില ചോദ്യങ്ങൾ അത്തരത്തിലൊന്ന് പരിചയപ്പെടുത്തിയാൽ സാർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ അംഗീകരിക്കാം എന്ന് പറയും. അതിന് തന്നെയാണ് ഞാൻ വന്നത്. അപ്പോൾ ഈ അവസാനം നടന്നുപോയ കേട്ടറ്റ് കാറ്റഗറി 2 പരീക്ഷയ്ക്ക് ചോദിച്ച ചില ചോദ്യങ്ങൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ബാക്കി ചിന്തിക്കാം. മക്കളെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോ. ചോദ്യം ഇതാണ്: സമചതുരത്തിന്റെ ആകൃതിയിലുള്ള ഒരു മൈതാനം, അതിന്റെ പരപ്പളവ് 5700.25 ചതുരശ്ര മീറ്റർ ആണെങ്കിൽ അതിന്റെ ഒരു വർഷത്തിന്റെ നീളം എത്രയാണ് പിള്ളേരെ എന്നാണ് ചോദ്യം. ഇതായിരുന്നു ചോദ്യം. നമുക്കറിയാം, സമചതുരം എന്ന് പറയുമ്പോഴേ നമുക്കറിയാം 4 വശങ്ങൾ തുല്യമായിട്ടുള്ള ദ്വിമാന രൂപത്തിന് പറയുന്ന പേരാണ് സമചതുരം. 4 വശങ്ങൾ തുല്യമാണെങ്കിൽ ആ ഷേപ്പിനെ പറയുന്ന പേരാണ് സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയും. സമചതുരത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ A² ആണ് ഇക്വേഷൻ. സമചതുരത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ A² അല്ലെങ്കിൽ സൈഡിന്റെ സ്ക്വയർ എടുത്താൽ മതി. മക്കളെ, ചുറ്റളവ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ, പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ, എടാ കുഞ്ഞുങ്ങളെ, ഇക്വേഷൻ 4A ആണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4A, A എന്ന് പറഞ്ഞാൽ വശമാണ്. അപ്പൊ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞ എല്ലാവരും, സമചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ A² ആണ്. ഒന്നാമത്തെ പോയിന്റ്. ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 4A ആണ്. അതേപോലെ വികർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ A√2 ആണ്. വികർണം അല്ലെങ്കിൽ ഡയഗണൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ A√2. അപ്പോൾ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ A² ആണ്. ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 4A ആണ്. വികർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ A√2 ആണ്. വികർണം തന്നിട്ട് വിസ്തീർണം കണ്ടുപിടിക്കാൻ ചോദിച്ചാല് D²/2 ആണ് ഇക്വേഷൻ. ഇത്രയും കാര്യങ്ങള് വൃത്തിയായിട്ട് പഠിച്ചു വെക്കണം. മനസ്സിലായോ? വികർണം തന്നതിന് ശേഷം വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ
d²/2 ആണ് ഇക്വേഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചു. ചോദ്യകർത്താവ് പറയുന്നു പരപ്പളവ് 5700.25 ആണെങ്കിൽ ഒരു വർഷം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ചോദ്യകർത്താവ് തന്നിരിക്കുന്നത് മക്കളെ a² വില എന്ന് പറയുന്നത് എടാ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം ചോദ്യകർത്താവ് തന്നിട്ടുണ്ട് 5700.25 തന്നിട്ടുണ്ട്, എഴുതി വെച്ചു. കണ്ടുപിടിക്കേണ്ടത് ഒരു വർഷത്തിന്റെ നീളം എത്ര, എത്ര എന്ന ചോദ്യം. a² കിട്ടിയാൽ a കണ്ടുപിടിക്കാൻ അതിന്റെ റൂട്ട് എടുത്താൽ പോരെ. അപ്പൊ a കണ്ടുപിടിക്കണമെങ്കിൽ 5700.25 റൂട്ട് എടുത്താൽ മതി. എല്ലാവരും പറയും സാറേ പോയിന്റ് ഉള്ള സംഖ്യകളുടെ റൂട്ട് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടല്ലേ? ആണ്, ഭയങ്കര പാടാ. ഇതൊന്നും വേണ്ട, പറഞ്ഞു തരാം. നമുക്കെല്ലാവർക്കും അറിയാം 30ന്റെ സ്ക്വയർ എത്ര. 30ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എടാ 3ന്റെ സ്ക്വയർ എത്ര? 3ന്റെ സ്ക്വയർ 9 അല്ലേ? അത് കഴിഞ്ഞ് 2 0 ഇട്ട് കൊടുത്താൽ മതി. 30ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 900 വരും. അപ്പോൾ 40ന്റെ സ്ക്വയർ എത്ര? 40ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാല് 4ന്റെ സ്ക്വയർ 16, 2 0 ഇട്ട് കൊടുക്കുക 1600. 50ന്റെ സ്ക്വയർ എത്ര എന്ന് ചോദിച്ചാൽ ദാ പിടിച്ചോ 50ന്റെ സ്ക്വയർ 5 5 25, 2 0 ഇട്ട് കൊടുക്കുക 2500. മക്കളെ 60ന്റെ സ്ക്വയർ എത്ര എന്ന് ചോദിച്ചാല് എടാ കുഞ്ഞുങ്ങളെ 6ന്റെ സ്ക്വയർ 36, 2 0 ഇട്ട് കൊടുക്കുക. 70ന്റെ സ്ക്വയർ എത്ര എന്ന് ചോദിച്ചാല് 7ന്റെ സ്ക്വയർ 49, 2 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സംഖ്യ നിൽക്കുന്നത് 5700.25. വന്നില്ല. പോട്ടെ. 80ന്റെ സ്ക്വയർ എത്ര? 80ന്റെ സ്ക്വയറും കൂടെ ഒന്ന് പിടിച്ചാട്ടെ. 80ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 8ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 64, 2 0 ഇട്ട് കൊടുക്കുക. കണ്ടോ? 80ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 8ന്റെ സ്ക്വയർ എഴുതുക. 8ന്റെ സ്ക്വയർ 8 8 64, 2 0 ഇടുക 6400. നമ്മുടെ സംഖ്യ ഏതാ? നമ്മുടെ സംഖ്യ 5700 പോയിന്റ് അല്ലേ? ഈ 5700 എന്ന് പറയുന്ന സംഖ്യ എവിടെ വരുന്നത്? എടാ 5700 എന്ന് പറഞ്ഞാല് 4900-നും 6400-നും ഇടയിലല്ലേ? അല്ലേ? 4900-നും 6400-നും ഇടയിലുള്ള സംഖ്യയാണ് ഏത്? 5700 പോയിന്റ് സംതിങ്. അപ്പൊ ആൻസർ എന്തായാലും 70-നും 80-നും ഇടയിലുള്ള സംഖ്യ ആയിരിക്കത്തില്ലേ? അല്ലേ? ആൻസർ എന്തായാലും 70-നും 80-നും ഇടയിലുള്ള സംഖ്യയാണ്. കാരണം 4900-ന്റെ റൂട്ട് 70 അല്ലേ? 6400-ന്റെ റൂട്ട് 80 അല്ലേ? നമുക്ക് വേണ്ടത് ഇവന്റെ റൂട്ടാ. അപ്പൊ സ്വാഭാവികമായിട്ടും 4900-നും 6400-നും ഇടയിലുള്ള സംഖ്യയാണ് ഏത്? 5700. അപ്പൊ ആൻസർ എന്തായാലും 70-നും 80-നും ഇടയിലായിരിക്കും. 70-നും 80-നും ഇടയിലുള്ള ഓപ്ഷൻ ഉണ്ടോ അവിടെ? ഉണ്ടോ? ആരാ? ഓപ്ഷൻ ഡി. ഇത്രേ ഉള്ളൂ പരിപാടി. 1 മാർക്കായി. എത്ര സെക്കൻഡ് വേണം സമയം? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇത് ആർക്കാണ് അറിയാത്തത്? ആർക്കാ? 40ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 16, 1600 ആണെന്ന് ആർക്കാ അറിയാത്തത്? 50ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 5 25, 2 500 ആണെന്ന് ആർക്കാ അറിയാത്തത്? 90ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാല് 9 9 81 81 0 0, 8100 ആണെന്ന് ആർക്കാ അറിയാത്തത്? 0-ത്തിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഉത്തരം ഓപ്ഷൻ ഡി. നിങ്ങൾ കഷ്ടപ്പെട്ട് റൂട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇതായിരുന്നു നമ്മുടെ കേട്ടറ്റ് കാറ്റഗറി 2 പരീക്ഷയ്ക്ക് മാത്സിനകത്തെ 1ാമത്തെ ചോദ്യം. ഇതായിരുന്നു 1ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതിന് നിങ്ങൾ മാത്സിന് A+ വാങ്ങിക്കണോ? 4 3 എത്ര എന്ന് ചോദിച്ചാൽ 5 6 7 എന്ന് അറിയാവുന്നവൻ പോലും ചെയ്യൂ ഇത്. അതാണ് മാത്സിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പഠിച്ചാൽ ഉറപ്പായിട്ട് മാർക്ക് കിട്ടും, പക്ഷെ പഠിക്കണം. പഠിക്കാതെ പോകുമ്പോഴാണ് അത് ബുദ്ധിമുട്ടാവുന്നത്. ഇത്തരത്തിലുള്ള എളുപ്പ വഴികളാണ് പ്രയോഗിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഒന്ന് ആഞ്ഞു പിടിച്ച് നോക്കിക്കേ. 2ാമത്തെ ക്വസ്റ്റ്യനാ. ഞാൻ ചില ചോദ്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചുകൊണ്ട്
നിങ്ങൾ മാത്സിനകത്തേക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മാർക്ക് കിട്ടുമെന്ന് നിങ്ങളെ അത് പ്രൂഫ് തെളിയിക്കുകയാണ് ഈ ക്ലാസ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കിക്കും. 11 സംഖ്യകളുടെ ശരാശരി 21 എല്ലാ സംഖ്യകളുടെയും കൂടെ 4 കൂടി ചേർത്താൽ പുതിയ ശരാശരി എത്ര എന്നാണ് ചോദ്യം. എടാ 11 സംഖ്യകളുടെ ശരാശരി 21. 11 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 21. ഓരോ സംഖ്യയുടെ കൂടെ 4 വീതം കൂട്ടിയാൽ ശരാശരിയും ഓട്ടോമാറ്റിക്കായിട്ട് 4 കൂടും. ശരാശരിയും ഓട്ടോമാറ്റിക്കായിട്ട് 4 കൂടും. ഓരോ സംഖ്യയുടെ കൂടെ 5 വീതം കൂട്ടുവാണെങ്കിൽ ശരാശരിയും 5 കൂടും. ഓരോ സംഖ്യയിൽ നിന്ന് 5 വീതം കുറയ്ക്കുവാണെങ്കിൽ ശരാശരി 5 കുറയും. നിങ്ങൾ സംഖ്യകൾക്ക് മേൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെ പഴയ ശരാശരിയിൽ പോയി ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പുതിയ ശരാശരി കിട്ടും. നിങ്ങൾ സംഖ്യകൾക്ക് മേൽ എന്താണോ പോയി ചെയ്യുന്നത് അത് തന്നെ പഴയ ശരാശരിയിൽ പോയി ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പുതിയ ശരാശരി കിട്ടും. പുതിയ ശരാശരി കിട്ടും. അപ്പോൾ നിങ്ങൾ ഓരോ സംഖ്യയുടെ കൂടെ 4 വീതം കൂട്ടി എന്നുള്ളതല്ലേ ചെയ്തത്? എടാ പിള്ളേര്, ഓരോ സംഖ്യയുടെ കൂടെ 4 വീതം കൂട്ടുവാണെങ്കിൽ ശരാശരിയും 4 കൂടും. ശരാശരിയും 4 കൂടും. സോ പഴയ ശരാശരി എത്ര ആയിരുന്നു? 21. അങ്ങനെയാണെങ്കിൽ പുതിയ ശരാശരി എത്ര? 21ന്റെ കൂടെ 4 കൂട്ടിക്കോ. 21ന്റെ കൂടെ 4 കൂട്ടിയാൽ 25. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. 1 സെക്കൻഡ് പോലും വേണ്ട. ഒരൊറ്റ 1 സെക്കൻഡ് പോലും നമ്മൾ ഈ പ്രോബ്ലത്തിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തിട്ടില്ല. ഇത് പഠിക്കണമെങ്കിൽ 10ാം ക്ലാസ് നിങ്ങൾക്ക് A+ വേണമായിരുന്നോ? അല്ലെങ്കിൽ നിങ്ങൾ +2 ശേഷം ഡിഗ്രി ചെയ്യണം, മാത്സിനകത്ത് നിങ്ങൾ ഡിഗ്രി ചെയ്യണം നിർബന്ധമുണ്ടോ? വേണ്ട. ഇതൊക്കെ സിമ്പിൾ ചോദ്യങ്ങളാണ്. ഇത്തരത്തിലെ ചോദ്യങ്ങൾ മാത്രമേ കേട്ടിട്ട് പരീക്ഷകളിൽ ചോദിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് മാത്സിനകത്തെ മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. അതിന്റെ ആ കാര്യങ്ങള്, ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് എക്സാം ഹാളിലേക്ക് പോയി കഴിഞ്ഞാല് ഈ കേട്ടിട്ട് എന്ന് പറയുന്ന സാധനം നമ്മുടെ കയ്യിലിരിക്കും. വലിയ കാര്യമൊന്നുമില്ല. അത്രേ ഉള്ളൂ. അപ്പൊ ഓരോ സംഖ്യയിൽ 5 വീതം കുറച്ച ശരാശരി 5 കുറയും. ഓരോ സംഖ്യ 4 കൊണ്ട് ഗുണിച്ച ആ പഴയ ശരാശരി നിങ്ങൾ 4 കൊണ്ട് ഗുണിക്കുക. സംഭവം കഴിഞ്ഞു. നിങ്ങൾ സംഖ്യകൾക്ക് മേൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെ പഴയ ശരാശരിയിൽ പോയി ചെയ്തു കഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കായിട്ട് പുതിയ ശരാശരി കിട്ടും എന്നുള്ളതാണ് വസ്തുത. സോ സിമ്പിൾ. അപ്പൊ ഒരു ചോദ്യം കൂടെ പറയാം. എല്ലാം ഒന്നും പറയാൻ സമയമില്ല, എന്നാലും ഒരു 4-5 ക്വസ്റ്റ്യൻ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കുക. കാരണം ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. അതാണ്ടേ, 1 മണിക്കൂറില് 72 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു തീവണ്ടി ആണേ. അപ്പോൾ 1 മണിക്കൂറിലെ 72 കിലോമീറ്റർ സഞ്ചരിക്കും. മക്കളെ, 1 മണിക്കൂറില് 72 കിലോമീറ്റർ സഞ്ചരിക്കുമെങ്കിൽ അവന്റെ സ്പീഡ് എന്ന് പറയുന്നത് 72 കിലോമീറ്റർ പെർ അവർ അല്ലേ? 72 കിലോമീറ്റർ പെർ അവർ അല്ലേ? 1 മണിക്കൂറില് 72 കിലോമീറ്റർ സഞ്ചരിക്കുമെങ്കിൽ ആ ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 72 കിലോമീറ്റർ പെർ അവർ. 1 മണിക്കൂറില് 60 കിലോമീറ്റർ സഞ്ചരിക്കുമെങ്കിൽ ആ ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 60 കിലോമീറ്റർ പെർ അവർ. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ നമ്മൾ എപ്പോഴും പഠിക്കുന്നതല്ലേ അല്ലേ? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്യണം? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിക്കുക, 5/18 കൊണ്ട് ഗുണിക്കുക, 5/18 കൊണ്ട് ഗുണിക്കുക, 5/18 കൊണ്ട് ഗുണിക്കുക, 5/18 കൊണ്ട് ഗുണിക്കുക. തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കുക, 18/5 കൊണ്ട് ഗുണിക്കുക, 18/5 കൊണ്ട് ഗുണിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഒന്നും കൂടെ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കുക. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കുക. സോ ഇവിടെ കിലോമീറ്റർ പെർ അവർ അല്ലേ?
മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 5/18 കൊണ്ട് ഗുണിക്കുക. 5/18 കൊണ്ട് ഗുണിക്കുക. 5/18 കൊണ്ട് ഗുണിക്കുക. മക്കളെ 18ഉം 72ഉം കൂടെ ഒറ്റയടിക്ക് വെട്ടാം. 18ന്റെ ഗുണിതമല്ലേ? 18ന്റെ ഒന്നാമത്തെ ഗുണിതം 18 × 1 18. 18ന്റെ രണ്ടാമത്തെ ഗുണിതം 18 × 2 36. 18ന്റെ മൂന്നാമത്തെ ഗുണിതം 18 × 3 54. 18ന്റെ നാലാമത്തെ ഗുണിതം 18 × 4 72. 18 × 5 90. 18 × 4 72. 18 × 4 72. 4ഉം 5ഉം കൂടെ ഗുണിച്ചാല് 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. അതായത് 72 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് 72 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 20 മീറ്റർ പെർ സെക്കൻഡ് 20 മീറ്റർ പെർ സെക്കൻഡ് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം 1 സെക്കൻഡിലെ 20 മീറ്റർ. 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം 1 സെക്കൻഡിൽ 20 മീറ്റർ അല്ലേ? 1 സെക്കൻഡിലെ 20 മീറ്റർ. 1 സെക്കൻഡിലെ 20 മീറ്റർ. 1 സെക്കൻഡിലെ 20 മീറ്റർ ദൂരം സഞ്ചരിക്കും. 1 സെക്കൻഡിലെ എത്ര മീറ്റർ ദൂരം സഞ്ചരിക്കും? 1 സെക്കൻഡിലെ 20 മീറ്റർ ദൂരം സഞ്ചരിക്കും. 1 സെക്കൻഡിലെ 20 മീറ്റർ ദൂരം സഞ്ചരിക്കും. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഇവിടെ സ്പീഡ് കണ്ടുപിടിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ അറിയാമോ? മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ അറിയാമോ? 1 മാർക്ക് ഉറപ്പാ. ഏത്? കേട്ടറ്റ് പരീക്ഷകൾക്ക് ഉറപ്പായിട്ടും 1 മാർക്ക് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കുക, അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കുക എന്നുള്ളതാണ്. 1 മാർക്കാണത്. അപ്പൊ ഏകദേശം ഒരു 2-3 ചോദ്യങ്ങൾ കവർ ചെയ്തു അല്ലേ? ഒരെണ്ണം കൂടെ അടിച്ചാലോ? സാധാരണ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മുടെ K2 പരീക്ഷയ്ക്ക് ചോദിച്ച് അവര് നിർത്തിയത്. അപ്പൊ നമുക്ക് ആ ചോദ്യം ഒന്ന് പരിശോധിക്കാം. ജ്യോതിഷിന് 10% സാധാരണ പലിശ എന്ന് കാണുമ്പോഴേ ഒന്നും നോക്കണ്ട, പിന്നെ ക്വസ്റ്റ്യൻ വായിക്കണ്ട. സാധാരണ പലിശ എന്ന് കാണുമ്പോഴേ മക്കളെ I is equal to PNR/100. എടാ സാധാരണ പലിശയുടെ ക്വസ്റ്റ്യൻ ആണോ? ആണെങ്കിൽ പിന്നെ വായിക്കണ്ട. സാധാരണ പലിശയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണെങ്കിൽ പിന്നെ ആ ക്വസ്റ്റ്യൻ വായിക്കരുത്. നേരെ I is equal to PNR/100 എന്ന് അങ്ങോട്ട് എഴുതണം. I എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട്, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്, R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ നിരക്ക്. I എന്ന് പറഞ്ഞാൽ പലിശ, P എന്ന് പറഞ്ഞാൽ നിക്ഷേപിച്ച തുക, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്, R എന്ന് പറഞ്ഞാല് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ നിരക്ക്. കണ്ടുപിടിക്കേണ്ടത് P എത്ര എന്നാണ് ചോദ്യം. നിക്ഷേപിച്ച തുക എത്ര എന്നാണ് ചോദ്യം. മക്കളെ I തന്നിട്ടുണ്ട്. എടാ I എന്ന് പറയുന്നത് 480, പലിശ 480, അയ്യടെ വില 480, അയ്യടെ വില 480, അയ്യടെ വില 480, പിയുടെ വില അറിയില്ല. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്, നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 3 വർഷം, എന്നിന്റെ വില 3 ആണ്. R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 10 ആണ്. ഡിവൈഡഡ് ബൈ 100. ഇനി സമത്തിന്റെ ഒരു വശത്ത് കിടക്കുന്ന സംഖ്യയെ മറ്റൊരു വശത്ത് കിടക്കുന്ന സംഖ്യ കൊണ്ട് കേറി വെട്ടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ പറ്റും. സമത്തിന്റെ ഒരു വശത്ത് കിടക്കുന്ന സംഖ്യയെ മറ്റൊരു വശത്ത് കിടക്കുന്ന സംഖ്യ കൊണ്ട് കേറി വെട്ടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ പറ്റും. പക്ഷേ അംശവും കൂടെ വെട്ടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഛേദവും കൂടെ വെട്ടാം. അതായത് അംശമായ പൂജ്യവും കൂടെ കളയാം, ഒരു കുഴപ്പമില്ല. അംശമായ 3ഉം അംശമായ 48ഉം കൂടെ
3 കൊണ്ട് വെട്ടാം. 3 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 3 കൊണ്ട് ഹരിക്കുക. 3 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 3 കൊണ്ട് ഹരിക്കുക. 3നെ 3 കൊണ്ട് ഹരിച്ചാൽ 1. 48നെ 3 കൊണ്ട് ഹരിച്ചാൽ 48നെ 3 കൊണ്ട് ഹരിച്ചാൽ 16. ഇനി എന്തെങ്കിലും ഉണ്ടോ വെട്ടാന്? ഒന്നുമില്ല. ഇനി ഒന്നുമില്ല വെട്ടാൻ. ഇവൻ അംശം ഇവൻ ഛേദം, അങ്ങനെ വെട്ടാൻ പറ്റത്തില്ല. അംശവും കൂടെ വെട്ടാം, അല്ലെങ്കിൽ ഛേദവും കൂടെ വെട്ടാം. അങ്ങനെ മാത്രമേ പറ്റത്തുള്ളൂ. സോ ഇനി ക്രോസ് ചെയ്തു. ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ, കാരണം 2 ഭിന്നസംഖ്യകൾ തുല്യമാണെങ്കിൽ വേറെ പിന്നെ ഓപ്ഷൻ ഒന്നുമില്ല. വെട്ടി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ക്രോസ് ആയിട്ട് ഗുണിക്കുക. P into 1 P is equal to, ഇവിടെ എന്തോ ഉണ്ട്? 16. അവിടെ എന്തുവാ? 100. ഒരു സംഖ്യ 100 കൊണ്ട് ഗുണിക്കാൻ എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങളെ, ഒരു സംഖ്യ 100 കൊണ്ട് ഗുണിക്കാൻ 2 0 ഇട്ട് കൊടുത്താൽ മതി. 2 0 ഇട്ട് കൊടുക്കുക, 2 0 ഇട്ട് കൊടുക്കുക, 2 0 ഇട്ട് കൊടുത്താൽ ദാ പിടിച്ചോ 1600. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇത് K2 പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ മാത്രമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. ഏകദേശം 4 ചോദ്യങ്ങളാണെന്ന് തോന്നുന്നു ഞാൻ ഇത് ക്ലാസ്സിൽ നിമിഷ നേരം കൊണ്ട് പരിചയപ്പെടുത്തിയത്. ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അതാണ് പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് മാത്സ് പഠിക്കാൻ, ഇതൊക്കെ റീസെന്റ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ എഴുതി മാറിയ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്. ഇതിൽ ഒരു ചോദ്യം പോലും ഒരു 5 സെക്കൻഡിനുള്ളിൽ ആൻസർ കിട്ടാത്തതായിട്ടൊന്നുമില്ല. ചെയ്തു പഠിച്ചാൽ മതി. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ ആ ക്രമത്തിന് 5ാമത്തെ ക്വസ്റ്റ്യൻ അങ്ങ് എടുത്തതാ. 2:50 പകുതി എത്ര? അപ്പൊ നിങ്ങൾ പറയും, സാറേ 2:50 പകുതി 2:25 അല്ല. 2ന്റെ ഒരു പവർ തന്നിട്ട് പകുതി എത്ര എന്ന് ചോദിച്ചാൽ മക്കളെ കൃതിയിൽ 1 കുറയ്ക്കുക. എടാ 2ന്റെ ഒരു പവർ തന്നിട്ട് പകുതി എത്ര എന്ന് ചോദിച്ചാൽ കൃതിയിൽ 1 കുറയ്ക്കുക. 2:50 പകുതി എത്ര എന്ന് ചോദിച്ചാൽ 50 1 കുറയ്ക്കുക. 50 1 കുറച്ച 49. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ, എന്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്നാലോചിച്ച് നോക്കി. ചോദ്യകർത്താവ് ചോദിച്ചത് 2:50 പകുതി എത്ര? നമ്മളുടെ ഉത്തരം 2:49. അങ്ങനെയാണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ 2:100 പകുതി എത്ര എന്ന് ചോദിച്ചാൽ ആൻസർ 2:99 അല്ലേ? അപ്പോൾ 2ന്റെ ഒരു പവർ മുമ്പിലോട്ട് നീട്ടി വെച്ചിട്ട് അതിന്റെ പകുതി എത്ര എന്ന് ചോദിച്ചാൽ കൃതിയിൽ നിന്നും 1 കുറയ്ക്കുക എന്ന് വൃത്തിയായിട്ട് ഭംഗിയായിട്ട് പഠിച്ച് അവസാനിപ്പിക്കണം. ഏകദേശം കഴിഞ്ഞു പോയ ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന നമ്മുടെ കേട്ടറ്റ് കാറ്റഗറി 2 പരീക്ഷയ്ക്ക് മാത്സിനകത്ത് നിന്ന് ചോദിച്ച 5 ആ ക്രമത്തിന് കിടക്കുന്ന 5 ചോദ്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ വളരെ ഭംഗിയായിട്ട് പരിചയപ്പെടുത്തി അവസാനിപ്പിച്ചത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി മാത്സ് വളരെ എളുപ്പമാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി. നിങ്ങളുടെ സജഷൻ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ വേണം. സോ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇതിനകത്ത് പല ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇനിയും ആവർത്തിച്ചു വരും. അപ്പൊ അതുകൊണ്ട് സിമ്പിളായിട്ട് കേട്ടിട്ട് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുവാൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യണം. അതേപോലെ തന്നെ CC ലേണിംഗ് ആപ്പ് നിങ്ങൾ ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു നോക്കാവുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. കുറെ മുൻവർഷ ചോദ്യ പേപ്പറുകളുണ്ട്. അതുപോലെ ഇത്തരത്തിലെ മാത്സിലെ കുറെ ട്രിക്കുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്തു നോക്കുവാൻ സാധിക്കും. അതിനുശേഷം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഓക്കെ ആവുന്ന സമയത്ത് മാത്രം നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി. പക്ഷേ വലിയ അവസരം നിങ്ങൾ മിസ്സാക്കരുത്. വരാൻ പോകുന്ന കേട്ടിട്ട് പരീക്ഷയ്ക്ക് നമുക്ക് ഒരുമിച്ച് പഠിച്ചുകൊണ്ട് ഈ ഒരു ദൗത്യം വളരെ ഭംഗിയായിട്ട് അവസാനിപ്പിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ എല്ലാ സജഷൻസും തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക.
നല്ലൊരു പരീക്ഷയായിട്ട് അടുത്ത കേട്ടൊരു പരീക്ഷ മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ സജഷൻസും തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇതിന്റെ ബാക്കി സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതേപോലെ ലൈവ് ക്ലാസ്സുകളിൽ നമുക്ക് ഒരുമിച്ച് ഇത്തരം ചോദ്യങ്ങൾ കൂടി ക്ലാസ്സിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് പരീക്ഷ ഏറ്റവും ഗംഭീരമായിട്ട് നേരിടാം. ഓൾ ദി ബെസ്റ്റ്. സ്വപ്ന ജോലിക്കായി ഡൗൺലോഡ് ചെയ്യൂ CC ലേണിംഗ് ആപ്പ്.